Hello, good morning, brothers and sisters. Good, all of you are ready and happy to be here to hear the word of God. എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഇന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നതിനെ ഓർത്തിട്ട്. I know ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയമാണ്. I know many of you are sitting there. I know you could feel the heat, അല്ലേ? നല്ല ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. So bear with me. I'll share the short message today. So I know you can get out of the hall. നിങ്ങളെ ക്ഷമിച്ചിരിക്കുക. ചെറിയൊരു സന്ദേശമായിരിക്കും നൽകുന്നത്. അതുവരെ നിങ്ങൾ ദയവായി ക്ഷമിച്ചിരിക്കുക. I'm happy. Last week I could attend the Calicut church and to be with brothers and sisters over there, and I'm so grateful that our brothers and sisters in Kerala, and we all learn to welcome, warm, giving, and a good hug. And I was very moved how the warmness or in Calicut church. എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് സഭയിലേക്ക് പോകുവാനായിട്ട് സാധിച്ചു. നമ്മളെപ്പോഴും നമ്മൾ പരസ്പരം വളരെ സ്നേഹത്തോടെയാണ് നമ്മൾ ആലിംഗനം ചെയ്താണ് ഓരോരുത്തരെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവരും കോഴിക്കോട് സഭയിലുള്ളവരും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ അവിടെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. And that is something special about our church. We know how to fellowship with people. We know how to take care of everyone. It's a family, and we have been learning to give and take care of other people. നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ കരുതേണ്ടതെന്ന് നമുക്കറിയാം. അവരുമായിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഫെലോഷിപ്പിലായിരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. അത് നമ്മൾ എപ്പോഴും തുടർന്നു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. And we also had a good time visiting Shiva's mom. We spent 2-3 days with them, and then we also had a special retreat. Shiva and myself, we went to a monastery. ഒരു 4 ദിവസം we spent there praying, talking, walking around. It was very good time for us to reflect on God. സജയങ്ങളും ഷീബാൻഡിക്കും നല്ലൊരു സമയം ഉണ്ടായിരുന്നു. അവിടെ ഷീബാൻഡിയുടെ അമ്മയുടെ വീട്ടിൽ പോകാനെല്ലാം സാധിച്ചു. അതിനുശേഷം അവർക്ക് ചെറിയൊരു ആശ്രമത്തിൽ പോകാൻ അവിടെ അവർക്ക് ഒരു കുറച്ച് നാൾ നല്ലൊരു സമയം അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. I'm happy to be back here. Amen. Today our passage already Sadish read. Let's continue read from 36 to 43. മത്തായി 13 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം അദ്ദേഹം ജനക്കൂട്ടത്തെ വിട്ട് വീട്ടിലേക്ക് പോയി. ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് വയലിലെ കളയുടെ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യപുത്രനാണ്. വയൽ ലോകമത്രേ. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരെ കുറയ്ക്കുന്നു. കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരാകുന്നു. അവയെ വിതയ്ക്കുന്ന ശത്രുവോ പിശാച് തന്നെ. വിളവെടുപ്പ് ലോകാവസാനവും കൊയ്ത്തുകാർ ദൂതന്മാരുമാകുന്നു. കളകൾ പിഴുതെടുത്ത് തീയിൽ ചുട്ട് കളയുന്നത് പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് പാപകാരണമായ എല്ലാറ്റിനെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും നീക്കിക്കളയും. അവർ അവരെ തീച്ചുള്ളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. Awesome. My message or my title this morning, anyone with ears to hear should listen and understand. ഇത് തലക്കെട്ടെന്ന് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ള ഏതൊരാളും കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. Okay. ഒരു മിനിറ്റ് നിങ്ങളുടെ ചെവിയിലൊന്ന് തൊട്ട് നോക്കുവോ? അല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും 2 ഉണ്ട്. Amen. And this passage Jesus has repeated many times in the Bible. ബൈബിളിൽ ഈ ഒരു കാര്യം പല തവണ യേശു എടുത്തു പറയുന്നുണ്ട്. What did they say? Anyone with ears to hear should listen and understand. യേശു എന്താണ് പറയുന്നത്? ചെവിയുള്ളവർ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. Amen. I know. So every time when he speak about very important passage, he said to the crowd, anyone who has ears
they should listen and understand. എപ്പോഴൊക്കെയാണോ യേശു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നത്, അപ്പോഴെല്ലാം യേശു പറയുന്ന ഒരു കാര്യമാണ് ചെവിയുള്ളവർ കേൾക്കട്ടെ. The problem for us is very difficult to listen and understand. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ശ്രദ്ധിച്ച് കേട്ട് അത് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലേ? എപ്പോഴും നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കേൾക്കാൻ എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പേരൻസിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ചിൽഡ്രൻ്റെ അടുത്ത് നിന്നാണെങ്കിലും മറ്റുള്ളവരുടെ അടുത്താണ്, ഹസ്ബൻഡിൻ്റെ അടുത്ത് വൈഫിനാണെങ്കിലും എന്താണ് ഏറ്റവും വലിയൊരു പ്രശ്നം? എന്താണ്? കേൾക്കാനാണ്. അല്ലേ? അതിന് ഭാര്യയും ഭർത്താവിൻ്റെ പ്രശ്നം, ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആർ യു ഹിയറിങ്? അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്ത് മറ്റു കാര്യം ചെയ്തുകൊണ്ടായിരിക്കും കേൾക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ ദാറ്റ് വി നീഡ് ടു ടേക്ക് ഇറ്റ് ഇൻ അവർ ലൈഫ്. പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളത്. Amen. Today's parable is known as a parable of the weeds. ഈ ഉപമ എന്ന് പറയുന്നത് കളയുടെ ഉപമ എന്നാണ് പറയുന്നത്. Okay. Sometimes back, few months back, I think we went to Alapi. ആലപ്പിയിൽ ഒരു മാരേജിന് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഞങ്ങൾ തലേദിവസം എത്തി ഞങ്ങളൊരു വയലിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് താമസിച്ചത്. അതിന് ആലപ്പി നമുക്ക് കാണാൻ പറ്റും, നിറച്ചും നെൽപ്പാടങ്ങളാണ്. അന്ന് ഞങ്ങൾ പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ രാവിലെ പോയപ്പം ഒരുപാട് സ്ത്രീകൾ പാടത്തുണ്ട്. കൊയ്യാൻ വേണ്ടിയല്ല വന്നത്. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള പറിക്കാനാണ് വന്നത്. ആൻഡ് ഞങ്ങൾ നോക്കുമ്പോൾ എന്താണ്, അവരിറങ്ങി നിന്നിട്ട് കള പറിക്കുകയാണ്. ഞാൻ സൂക്ഷിച്ചു നോക്കി ഇതെന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ കളയും അതേപോലെ നെൽച്ചെടിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഞാൻ ചോദിച്ചത് എനിക്കിത് മനസ്സിലാകുന്നില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവും. അവരെന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് പറിച്ച് മാറ്റുന്നു കളയെ. ഞാൻ നോക്കുമ്പോൾ രണ്ടും ഈ പിക്ചറിൽ കാണുന്ന പോലെയല്ല കേട്ടോ. ഇത് പിക്ചറിൽ ഇതിൻ്റെ പൂവാണ് വരുന്നത്. പൂ വരുമ്പം ഇത് വ്യത്യാസമായിരിക്കും. പക്ഷേ ചെടിയായിരിക്കുന്ന സമയത്ത് എന്താണ്, ഇത് ഒരേപോലെ നിൽക്കുന്നു. അവർ വളരെ എക്സ്പേർട്ടാണ്. അവരതിൻ്റെ അകത്ത് ഇറങ്ങി എന്ത് ചെയ്യുന്നു, ഓരോ കെട്ടുകണക്കിന് കെട്ടി ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് മാറ്റിയിടുന്നു. And that's the time I understood, man, ചെടിയും കളയും ഒരേപോലെയാണ് നിൽക്കുന്നത്. Look really same. So Jesus was explaining this parable and he was explaining the kingdom of heaven. യേശു ഈ ഉപമ അവിടെ വ്യാഖ്യാനിക്കുമ്പോൾ യേശു പറയുന്നത് ആ സ്വർഗരാജ്യത്തിനെ പറ്റിയിട്ടാണ്. Okay, so each time when Jesus says something, there is one important message. Through every parable, one important message he is giving. ഏത് ഉപമ പറഞ്ഞാലും അതിലൂടെ യേശു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന സന്ദേശം അതിലുണ്ടാകും. ഒരേ ഒരു മെസ്സേജ് അല്ലേ? So last time we saw the parable of the sower and a different heart or different place the seed fell, and the seed fell on the good soil, produced 100, 60, 30. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടായിരുന്നു വിതക്കാരൻ്റെ ഉപമയിൽ നിന്ന് നമ്മൾ കണ്ടു. നമ്മൾ എവിടെയാണോ ഏത് തരത്തിലുള്ള വിത്തുകളാണ് എവിടെയാണ് വീഴുന്നത് നമ്മൾ കണ്ടു. നല്ലൊരു മണ്ണിൽ വീഴുന്ന വിത്ത് 100 മേനിയിലധികം വിളവ് അവിടെ നമുക്ക് തിരിച്ചു നൽകുമെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. And even after that parable in Luke it says, those who are here, let them hear. ലൂക്കോസിൽ പറയുന്നുണ്ട്, ആ ഉപമയിലും പറയുന്നുണ്ട്, ചെവിയുള്ളവർ കേൾക്കട്ടെ. Amen. So today this parable of the weeds and the good seed is talking about God's judgment day. One message. ഈ കളയുടെ ഉപമ അവിടെ കാണിച്ചു തരുന്നത് ആ വിധിക്കുന്ന ആ ദിവസം, ദൈവം നമ്മളെല്ലാവരും വിധിക്കുന്ന ആ ഒരു ദിവസമാണ് അവിടെ കാണിക്കുന്നത്. When they were alone with the disciples, Jesus told the parable public, and when they were alone with his disciples, he explained the parable of the weeds of the field. He explained to them. യേശു ജനങ്ങളുടെ മധ്യസ്ഥയിൽ നിന്നപ്പോൾ ഈ ഉപമ അവിടെ പറഞ്ഞു. എന്നാൽ അവരുടെ ശിഷ്യന്മാരുമായിട്ട് ഒറ്റയ്ക്കിരുന്ന സമയത്ത് യേശു ഇത് അവിടെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. And Jesus wanted to make sure that they understand the message, the kingdom of God very clearly.
യേശു ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു തൻ്റെ ശിഷ്യന്മാര് ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് അവരുടെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്ന് അവിടെ ആഗ്രഹിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നപ്പം he didn't lift high, ഞാൻ നിങ്ങളുടെ തിരുമേനിയാണ്, നിങ്ങൾ എൻ്റെ അടിയിൽ ഇരിക്കുക എന്നുള്ള രീതിയിലായിരുന്നില്ല. But how he was like a friend to them. യേശു ഒരു സുഹൃത്തിനെ പോലെ ആയിരുന്നു ശിഷ്യന്മാർക്ക്. We all need friends, and friends will take care of their friends. നമുക്ക് സുഹൃത്തുക്കൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിക്കുകയും നമ്മൾ അവരെ പരിപാലിക്കുകയും ചെയ്യാറുണ്ട്. Jesus loved them so much, and he was explaining everything so that they will understand the secret of the kingdom of God. യേശു അവർ ഓരോരുത്തരും വളരെയധികം സ്നേഹിച്ചിരുന്നു. യേശു പറയുന്ന ഓരോ കാര്യങ്ങളും അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ കാര്യവും അവിടെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. And Jesus said the Son of Man, basically Jesus planted the good seed, and the same time enemy also planted the seed. അവിടെ യേശു പറയുന്നുണ്ട് മനുഷ്യപുത്രൻ, അത് യേശു തന്നെയാണ്, യേശു ആണ് അവിടെ നല്ലൊരു വിത്ത് അവിടെ വിതയ്ക്കുന്നത്. അതേ സമയത്ത് തന്നെ നമ്മുടെ സാത്താൻ അവിടെ മോശം വിത്ത് അവിടെ വിതയ്ക്കുന്നുണ്ട്. അല്ലേ, ഒരു സ്ഥലത്ത് നമ്മൾ നല്ല വിത്ത് വിതയ്ക്കുന്നതിന് അത് വിത്ത് തന്നെ മിക്കവാറും വരത്തില്ല. ആരെങ്കിലും എന്ത് ചെയ്യണം, അവിടെ പോയി നല്ലതായിട്ട് ഇളക്കി മറിച്ച് പ്ലാൻ ചെയ്യണം. പക്ഷെ കളയോ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ വന്നോളും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. To plant the seed we got to make a lot of effort, but the seed and weeds will come by itself. നമുക്കൊരു വിത്ത് നമ്മൾക്ക് മുളപ്പിക്കണമെങ്കിൽ വളരെയധികം പ്രയാസമുണ്ട്. പക്ഷെ എന്നാലൊരു കള അവിടെ മുളച്ചു വരുന്നതിന് നമ്മൾ യാതൊരു കാര്യം അവിടെ ചെയ്യേണ്ടതില്ല എന്നാണ്. So as soon as Jesus planted the seed, the Son of Man planted the seed, the enemy, the devil also planted. യേശു എപ്പോഴാണോ അവിടെ വിത്ത് വിതയ്ക്കാൻ തുടങ്ങിയത്, വിത്ത് മുളപ്പിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയത്, അപ്പൊ തന്നെ ശത്രുവായ സാത്താൻ അവിടെ മുളപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. The honored servant, maybe angels, maybe God's disciples came and said, how come ഇതെങ്ങനെ വന്നു ഈ ചെടി കളകള് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ, can we go and pull it out? What did Jesus say? No. അത് എടുത്തു കളഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല സീഡിന് വേദനിക്കും, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. പലപ്പോഴും നമ്മൾ വിചാരിക്കും ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ മോശമായിട്ട്, എന്തുകൊണ്ട് ദൈവം എല്ലാം ഒന്നിച്ച് നശിപ്പിക്കുന്നില്ല? God is patient. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അത് യേശുവിൻ്റെ നല്ല സുഹൃത്തുക്കളെയും വേദനിപ്പിക്കും. Sometimes we think, oh man, what is all happening in this world? ഓരോ ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേനും. But God is patient till the judgment day. ദൈവം ആ വിധിയുടെ ദിവസം വരെ ദൈവം ക്ഷമയുള്ളവനാണ്. So on the final day, the harvesting day, അല്ലേ, is a very important day. Bible says on the harvest day or the judgment day, God sent his angels to collect the good seed and also destroy the weeds. അവിടെ പറയുന്നുണ്ട് ആ ലോകാവസാനം ദൈവം ആ ദൂതന്മാരെ അയച്ച് ആ നല്ല വിത്തുകളെ അവിടെ എടുക്കുവാനും മോശമായ കളകളെ വെട്ടിക്കളയാനുമായിട്ട് ദൂതന്മാരെ വിടുമെന്ന്. So what happened to the weeds for all these years there? Says verse 42, they will throw them into the fiery furnace. അപ്പൊ അത്രയും നാള് വളർന്നുകൊണ്ടിരുന്ന ആ കളകൾക്ക് എന്താണ് സംഭവിക്കുക? 42 പറയുന്ന അവരെ തീച്ചുളയിലിട്ട് കളയും. Okay, the end അവരൊന്നിച്ചുണ്ടായിരുന്നു. And finally what happened? It will be in the fiery lake of furnace. അപ്പൊ അത്രയും നാൾ അവർ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും അവസാനം അവർക്ക് സംഭവിക്കാൻ പോകുന്നത് അവർ തീച്ചുളയിൽ ഇടപെടുമെന്നാണ്. The same thing is repeated in Revelation also. റെവലേഷനിലും ഈ ഒരു കാര്യം പറഞ്ഞു. എന്ത് ചെയ്യുന്നു? ഇതാണ് സെക്കൻഡ് മരണം. എല്ലാ തിന്മ ചെയ്യുന്നവരുടെ അവസാനം എന്താണ്? ഫിയറി ലേക്ക് ഓഫ് ഫർണസ് എന്ന് പറയുന്നത് അവിടെ. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദ ഗുഡ് സീഡ്? നല്ല വിത്തിന് എന്താണ് സംഭവിക്കുക? Verse 43, the righteous will shine like the sun in the kingdom of the Father.
അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. Okay, so two things. The end, അവസാനം എന്ത് സംഭവിക്കുന്നു? അതിന് the weeds goes into the fire, അല്ലേ? കളകൾ എന്ത് ചെയ്യുന്നു? തീച്ചുളയിൽ പോകുന്നു. And the righteous will shine like the sun എന്നാണ് പറഞ്ഞേക്കുന്നത്. So now you got to look at what is inside of me. ഇന്ന് നമ്മൾ നോക്കേണ്ടത് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത്. എഡ്വിൻ വായിച്ച സ്ക്രിപ്ചറിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ വന്നിരിക്കുന്നത് അളക്കാനല്ല, അല്ലേ? ദ മെഷർ യു യൂസ് വിൽ ബി മെഷർ ഓൺ യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു കം ഹിയർ ടു മെഷർ യുവർ സെൽഫ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അളവുകോൽ കൊണ്ട് തന്നെയായിരിക്കും നമ്മളെയും ദൈവം അളക്കുന്നത്. സോ വാട്ട് യു നീഡ് ടു മെഷർ ഈസ് ആക്ച്വലി വാട്ട് ഈസ് ഗ്രോയിങ് ഇൻസൈഡ് ഓഫ് മീ. നമ്മളിന്ന് അളക്കേണ്ടത് മറ്റുള്ളവരല്ല, പകരം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ എന്താണ് വളരുന്നത് അതാണ് നമ്മൾ അളക്കേണ്ടത്. ഈ Son of God or Son of Man, Jesus planted the seed. Is that seed is growing or enemy's seed? Satan's seed ആണോ എന്നിൽ വളരുന്നത്? What you enjoy growing, നമ്മൾ എന്താണ് എൻജോയ് ചെയ്യുന്നത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ ആഗ്രഹിച്ച് എൻജോയ് ചെയ്ത് ഓരോ ദിവസവും അതിനെ സംരക്ഷിക്കുന്ന ഏതാണ്? ഇറ്റ് ഈസ് ദൈവത്തിൻ്റെ വചനമാണോ സംരക്ഷിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത്, അതോ എനിമിയുടെ ഇതാണോ? രണ്ടും കൂടെ പറ്റത്തില്ല, അല്ലേ? ഒരാൾ ദൈവത്തിൻ്റെ വചനം കേട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ വ്യത്യാസം എപ്പോഴും കാണാൻ പറ്റും. ഒരിക്കലും ഒരു സ്ഥലത്ത് നമുക്ക് ഒരാളെയും പിടിച്ചു ഇയാൾ ദൈവത്തെ പുത്രനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് അങ്ങനെ ചെയ്യുന്നത്. ഇയാൾ ചിലപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളെ എന്ത് ചെയ്തും വെക്കും. ദൈവരാജ്യത്ത് എങ്ങനെയാണ്? അയാൾ ദൈവവചനം കേട്ട് വളർന്ന് വരുന്ന എന്താണ് എല്ലാവർക്കും അറിയാൻ പറ്റും. ബൈബിൾ സേസ് Saul was a very bad person before becoming a disciple. പൗലോസ്, അല്ലേ? അയാൾ മർഡറർ ആയിരുന്നു. ആൻഡ് ദെൻ ദൈവത്തിൻ്റെ ദർശനം കിട്ടി. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ? ഹിസ് എവിഡൻസ് വാസ് റിയൽ. ദൈവവചനത്തോടുള്ള അയാളുടെ ആഗ്രഹവും അയാളുടെ വളർച്ചയും എല്ലാവർക്കും കാണാൻ പറ്റി. പോൾ തിമോത്തിയോസിനെ കണ്ടപ്പോൾ ആ സഭയിലുള്ള എല്ലാവരും എന്താ പറഞ്ഞ തിമോത്തിയോസിനെ കുറിച്ച്? നല്ലത് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അയാൾ വചനം കേട്ട് വളർന്നുകൊണ്ട്. സോ ദ സെയിം വേ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹിയർ, if you are hearing God's word, it will be evident in your life. അപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. Okay, everybody could see and you yourself could see. Wow, I am happy that I could grow in God. Not to measure anyone. വേറെ ആരെ അളക്കാനല്ല. To measure yourself and see how you are growing. If you are not growing, you got to see, God help me, this area I want to grow. ബൈബിൾ പറയുന്നത് എന്താണ്? ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആരെയാണ് നമ്മൾ കേൾക്കുന്നത്? ജീസസിനെ. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെയാണ്? ഇന്ന് ഒരു കണക്കിന് പറഞ്ഞാൽ ലോകം മൊത്തം ആരുടെ ഡിസൈപ്പിളാണ്? ഇന്റർനെറ്റിന്റെ ഡിസൈപ്പിളാണ്, അല്ലേ? We are more happy and more excited to hear what is going on in the mobile, YouTube and video and different thing. അതിലാണ് നമ്മൾ ഏറ്റവും അപ്പം we are hearing more. But how much are you hearing God's word? So if you are here, നമുക്ക് ചെവി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? We will be keep attentive on Jesus' word. And that will grow inside and that will change your life. ഇന്ന് നമ്മൾ എത്രത്തോളമാണ് ദൈവത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആ വാക്കുകൾ നമ്മൾ കേൾക്കുകയും നമ്മുടെ ഹൃദയം അവിടെ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ വളർച്ച എവിഡന്റ് ആയിരിക്കും, നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കും. അതൊരിക്കലും പറയത്തില്ല ഞാൻ 10 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ എങ്ങനെയിരുന്നു അങ്ങനെ തന്നെ ഇരിക്കുന്നില്ല. നമ്മുടെ സ്നേഹത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിലും we become more and more like Christ.
നമ്മൾ ക്രിസ്തുവിനെ പോലെ തന്നെയായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും അവിടെ കേൾക്കുന്നതോറും നമ്മൾ ആയിക്കൊണ്ട് ഇരിക്കുന്നത്. In the harvest time, ഈ ചെടിയുടെ അല്ല നല്ല വിത്തിൻ്റെ സീഡും കളയുടെ സീഡും ലുക്ക് വെരി ഡിഫറെൻറ്റ്. ടിൽ ദെൻ ഇറ്റ്സ് ലുക്ക് വെരി സെയിം. ഈ ലോകത്ത് ആരാണ് ക്രിസ്ത്യാനി ആരാണ് ശിഷ്യനല്ലാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒരേപോലെ ഇരിക്കും. ബട്ട് വൺ പേഴ്സൺ നോസ് ആൻഡ് ഈസ് വെരി പേഷ്യൻറ്റ്. അതാരാണ്? ജീസസ്. Jesus knows who is a real disciple and who is not a disciple. He knows the whole world. ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബൈബിൾ പറയുന്നത് എന്താണ്? God doesn't want anyone to perish. He is patient. റെവലേഷൻ്റെ 3-ാം അധ്യായം 20-ാം വാക്യം. വെളിപാട് 3:20. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയും അവൻ എന്നോടും കൂടി ആഹാരം കഴിക്കുകയും ചെയ്യും. Okay, this is what Jesus, അല്ലേ? ഇതാണ് യേശു. യേശു എന്താ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഡോറിൽ എന്നെ മുട്ടുന്നു. ഡോർ എന്ത് ചെയ്തിരിക്കുകയാണ്? അകത്തുനിന്ന് പൂട്ടിയിട്ടേക്കുകയാണ്, അല്ലേ? നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? കുറ്റി താത്തി തുറന്നു കൊടുക്കണം. നമ്മൾ തുറന്നു കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിനകത്ത് വരാൻ പറ്റുള്ളൂ. ബിക്കോസ് ഡോർ ഈസ് ലോക്ക്. അതാ പറഞ്ഞത്, എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും ഡോർ തുറക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഡോർ അടച്ചിട്ടിരിക്കുകയാണ്. അത് തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. So every day, every now and then, if you open the door for Jesus, he will come. Bible says, sit with them and eat with them. നമ്മൾ എപ്പോഴാണെങ്കിലും യേശു വരുമ്പോൾ നമ്മൾ അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്താൽ അവിടെ പറയുന്നത് അവൻ അകത്ത് വരികയും നമ്മളോടൊപ്പം ഇരിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യും. Do you invite Jesus? Jesus wants to be all the time. Bible says, I'm always with you. ഞാൻ നിങ്ങളോട് എപ്പോഴും ഉണ്ട്. ബട്ട് നമ്മൾ എപ്പോഴും തുറന്നു കൊടുക്കുവോ? And this is something that I've learned. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നത്തിലും ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? ജീസസ് കം ടു മീ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. ചില സമയത്ത് നമുക്ക് പ്രശ്നങ്ങളായിരിക്കാം, ചില സമയത്ത് നല്ല സമയമായിരിക്കാം, ചില സമയം ഭക്ഷണം കഴിക്കാൻ പോവുമായിരിക്കാം. വാട്ട് വി നീഡ് ടു സേ? നമ്മൾ ആ ഡോർ തുറന്നു കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ജീസസ് പ്ലീസ് കം വിത്ത് മീ. എന്നാൽ ചില സമയത്ത് നമ്മൾ വഴക്ക് കൂടുന്ന സമയമായിരിക്കാം. ഒരു മിനിറ്റ് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ഓക്കെ, വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ. നമ്മൾ എന്ത് ചെയ്യുക? ഒരു പോസ് ഒന്ന് നിർത്തിയിട്ട്, ക്യാൻ ബി ഇൻവൈറ്റ് ജീസസ്? നമുക്ക് യേശുവിനെ നമ്മളിലേക്ക് വിളിക്കാവോ? ദെൻ യു ഇൻവൈറ്റ് ജീസസ്, യു വിൽ സീ ദ ഡിഫറൻറ്റ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ തമ്മിൽ നല്ല തർക്കമായിരിക്കാം, ഭയങ്കര വഴക്കും ഇതായിരിക്കാം. നമ്മളെന്ത് ചെയ്യണം? ലെറ്റ്സ് പോസ്, ലെറ്റ്സ് ഇൻവൈറ്റ് ജീസസ്. ദ സെയിം വേ എവറി ടൈം വെൻ വി ഈറ്റ് ഫുഡ്, അല്ലേ? നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ലെറ്റ്സ് ഇൻവൈറ്റ് ജീസസ്. നമ്മൾ രാത്രി കടങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ്, ജീസസ്, ഐ വോണ്ട് ഇൻവൈറ്റ് യു, ഐ എം ഗോയിങ് ടു സ്ലീപ്പ്, ഐ വോണ്ട് ടു ബി വിത്ത് മീ. You will see the difference because Jesus wants to be with you all the time. നമുക്ക് ആ വ്യത്യാസം എടുത്ത് കാണുവാനായിട്ട് സാധിക്കും. കാരണം യേശുവിന് എപ്പോഴും നമ്മളോടൊപ്പം ആയിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. But if you don't invite, when you see Jesus, നമ്മൾ മോഹം തിരിച്ചാൽ എന്ത് പറ്റും? ജീസസ്, എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ വേറൊരു കാര്യത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അല്ല, ഈ സമയത്ത് ജീസസ് വന്നാൽ പറ്റത്തില്ല, ഇത് നല്ലൊരു സമയമല്ല, എൻ്റെ ഒറ്റയ്ക്കുള്ള സമയമാണ്, ഞാൻ മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ഡോറിന് പുറത്ത് നേരം കുറച്ച് വെയിറ്റ് ചെയ്യും കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് യേശുവിനോട്. ജീസസ് വെയിറ്റ് ഔട്ട്സൈഡ് ഫോർ സം ടൈംസ് ബിക്കോസ് ഐ എം ബിസി വിത്ത് സംതിങ് എൽസ്. ഇത് യേശുവിന് റിലേറ്റ് ചെയ്യുന്ന കാര്യമല്ല. You understood? This is, you may not enjoy. So അതുകൊണ്ട് എന്ത് ചെയ്യാം? കുറച്ച് നേരം പുറത്ത് നിന്നാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. So most of time Jesus is waiting outside
waiting for our call. പലപ്പോഴും നമ്മുടെ ഒരു വിളിക്കായിട്ട് യേശു അവിടെ വെളിയിൽ കാത്തിരിക്കുകയായിരിക്കും. Amen. And when you really call him, he'll be with us. And that's what Jesus said, I will never leave you, never forsake you. I will always with you. That is the difference between the good seed and the weeds. നമ്മുടെ ആ ഒരു വിളിക്കായിട്ട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല, എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. അതാണ് ഒരു നല്ല വിത്തും മോശം വിത്തും കളയും തമ്മിലുള്ള ഒരു വ്യത്യാസം. So Jesus knows how many people are inviting him and how many people not inviting him. യേശുവിന് അറിയാം എത്ര പേരാണ് അവനെ വിളിക്കുന്നത്, എത്ര പേരാണ് അവനെ വിളിക്കാത്തത് എന്ന്. When God look at, he knows how many people are walking with his kingdom and how many people are walking with the world. ദൈവം നോക്കുമ്പോൾ അറിയാം എത്ര പേരാണ് ദൈവരാജ്യത്തിനോടൊപ്പം നടക്കുന്നത്, എത്ര പേരാണ് അതിനെതിരായിട്ട് പോകുന്നത്. Luke 17, 20 and 21. ലൂക്കോസ് 17:20 മുതൽ 21 വരെ. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. Amen. So what is the Pharisees thought? Pharisees thought is like another kingdom, Roman kingdom or David kingdom or anybody else kingdom, like a king and the territory. That was their way. They were waiting for long time. Even Jews still waiting. They're waiting for a kingdom come like this. So they asked, when it will come, the kingdom of God? അവിടെ പരീശന്മാർ വിചാരിക്കുന്നത് ദൈവരാജ്യം വരുന്നു എന്ന് പറയുമ്പോൾ ആ ദാവീദിന്റെ ഒരു രാജ്യം വന്ന പോലെ, അല്ലെങ്കിൽ റോമാക്കാരുടെ സാമ്രാജ്യം വന്നതുപോലെ വലിയൊരു സാമ്രാജ്യം വരും, ഒരു രാജാവിനെയൊക്കെ വെച്ചിട്ട് ഒരു വലിയൊരു സാമ്രാജ്യം വരുമെന്നാണ് അവിടെ പരീശന്മാർ വിചാരിക്കുന്നത്. യഹൂദർ ഇപ്പോഴും അത് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ യേശു എന്താണ് ഇവിടെ പറയുന്നത്? Jesus said, the kingdom of God is in your midst, within you. യേശു പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. Amen. So basically there are two kind of citizen. A citizen of the world and a citizen of God. രണ്ട് തരത്തിലുള്ള പൗരന്മാരുണ്ട്. ഒന്ന് ദൈവരാജ്യത്തിലെ പൗരന്മാരും രണ്ട് ലോകത്തിലെ പൗരന്മാരും. Here in this group or in the world there are two kind of citizen. ഇന്ന് നമ്മുടെ മധ്യസ്ഥയിൽ അല്ലെങ്കിൽ ലോകത്തിലേക്ക് നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. A citizen of the world, they will think about the world and think about how to get the world in their life. And citizen of God will think all the time how to get God into their life and how to please God. ലോകത്തിലെ പൗരന്മാർ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ലോകത്തിന്റെ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കാൻ സാധിക്കുക. എന്നാൽ ദൈവത്തിന്റെ രാജ്യത്തിലെ പൗരന്മാർ വിചാരിക്കുന്നത് എപ്രകാരമാണ് എനിക്ക് ഹൃദയത്തിൽ ദൈവത്തിനെ കൊണ്ടുവരാൻ സാധിക്കുക. So whose citizen are you? ഇന്ന് ആരുടെ പൗരനാണ് നിങ്ങൾ? നിങ്ങൾ ആരുടെ പൗരനാണ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ I am a citizen of God? ഇന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഞാൻ ദൈവരാജ്യത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്ന്? Can you tell? നിങ്ങൾക്ക് പറയാവോ ഞാൻ ദൈവരാജ്യത്തിൻ്റെ പൗരനാണ് അല്ലേ? അതാണ് നമ്മൾ പറയേണ്ടത്. നമുക്കൊന്ന് പറഞ്ഞാലോ, ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? I am a citizen of God. ഞാൻ ദൈവരാജ്യത്തിൻ്റെ പൗരനാണ്. നാണക്കേടുണ്ട് പറയാൻ? ആർക്കെങ്കിലും നാണക്കേടായിട്ട് ഇരിക്കുന്നുണ്ടോ അത് പറയാൻ വേണ്ടിയിട്ട്? നാണക്കേടുണ്ട് പറയണ്ട. ഓക്കെ, ബട്ട് യു ആർ സോ ഹാപ്പി. നമ്മൾ അത്രമാത്രം ഉത്സാഹത്തോടെ പറയുകയാണ് ഐ എം എ സിറ്റിസൺ ഓഫ് ഗാഡ്, ഐ എം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനാണ്. അത് പറയാൻ നമുക്ക് എപ്പോഴും ധൈര്യം ഉണ്ടായിരിക്കണം. എവറി ടൈം നമുക്ക് ടെംപ്റ്റേഷൻ വരുമ്പം നമ്മൾ പറയേണ്ടത് എന്താണ്? ഐ ആം എ സിറ്റിസൺ ഓഫ് ഗാഡ്. ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ. നമുക്കെല്ലാവർക്കും ടെംപ്റ്റേഷൻ വരും, പ്രലോഭനം വരും, ദേഷ്യം വരും, പലതരത്തിലുള്ള പാവം ചെയ്യാൻ വരും, തോന്നും, സെക്ഷൽ തിൻ വരും, ലസ്റ്റ് വരും, ഡിഫറെൻറ്റ് തിങ്സ് വിൽ കം ടു യുവർ ലൈഫ്.
you got to say, I am a citizen of God. So യേശു പറയുന്നത് എന്താണ്? ഈ ലോകത്ത് രണ്ട് പേര് എങ്ങനെ ഉണ്ടാകും? People walking around. So the kingdom of God is within you. ഈ ലോകത്ത് തന്നെ ദൈവരാജ്യമുണ്ട്. സോ ബേസിക്കലി എന്താണ്? ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച്, ദൈവത്തിൻ്റെ റൂൾ അനുസരിച്ച് പോകുന്ന ആൾക്കാരാണ്? ദേ ആർ ദ സിറ്റിസൻസ് ഓഫ് ഗാഡ്. ആൻഡ് ദോസ് ഹു ബിലോങ് ടു ദ വേൾഡ് ആൻഡ് ഗോ ടു ദ വേൾഡ്, ലോകത്തിൻ്റെ കേട്ടിരിക്കുന്ന ആൾക്കാരാണ്? സിറ്റിസൺ ഓഫ് ദ വേൾഡ്. സോ ചെവിയുള്ളവൻ കേൾക്കട്ടെ. Those who are here, let them listen and hear and understand. ചെവിയുള്ളവർ കേട്ട് അത് മനസ്സിലാക്കി അവർ മനസ്സിലാക്കട്ടെ. Today we could hold our ear and say, my ear is for to hear my king's word. എൻ്റെ ചെവി എൻ്റെ രാജാവിൻ്റെ വചനം കേൾക്കാനാണ്, അല്ലെങ്കിൽ സ്വരം കേൾക്കാനാണ്. Are you happy to hear Jesus' voice? യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ സന്തോഷമുള്ളവരാണോ? Amen. So you got to enjoy. Some people enjoy hearing music, അല്ലേ? ചില വീട്ടിൽ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ആ വീട്ടിൽ എപ്പോഴും മ്യൂസിക് രാവിലെ തൊട്ട്. ചില വീട്ടിൽ പോയി ആ വീട്ടിൽ രാവിലെ തൊട്ട് പോയി നേരം വരെ ന്യൂസ്, ആരും കേട്ടില്ലേലും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചിലർ എന്താണ് പാട്ട്, ചിലർ ചെവിയിൽ സ്ഥിരം പാട്ട് വെച്ചുകൊണ്ടിരിക്കും. What about hearing Jesus' word? പക്ഷേ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന കാര്യത്തിലോ? അത് നമ്മുടെ ഹൃദയത്തിലെടുക്കുവാനും, അല്ലേ? നമ്മൾ നോക്കേണ്ട എന്താണ്? എൻ്റെ ജീവിതത്തിൽ എന്താണ് വളരുന്നത്? വാട്ട് ഗ്രോയിങ് ഇൻസൈഡ് മൈ ലൈഫ്? ഈസ് ഗോഡ്സ് വേർഡ് ഗ്രോയിങ് ഓർ ദ വീഡ്സ് ഗ്രോയിങ്? ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് വളരുന്നത്? ആ ദൈവത്തിന്റെ വാക്കുകളാണോ എൻ്റെ ഹൃദയത്തിൽ വളരുന്നത്, അതോ കളകളാണോ എൻ്റെ ഹൃദയത്തിൽ വളരുന്നത്? If God's word growing, you got to enjoy it. Wow, thank you God, I could able to change, I could able to forgive, love people, and I want to do more and more. You could be so happy. ദൈവത്തിന്റെ വാക്കുകളാണ് ഹൃദയത്തിൽ വളരുന്നെങ്കിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കണം. നമ്മളത് ആസ്വദിച്ച് നമ്മളത് ഓരോ കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നല്ലോ എന്ന് ഓർത്ത് നമ്മൾ സന്തോഷിക്കണം, അത് ആസ്വദിക്കണം. കളകളാണ് വളരുന്നത്. യുവർ ലൈഫ് ബിക്കം ടെറിബിൾ. നിങ്ങളുടെ ജീവിതം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. യുവർ ഓൺ പേഴ്സണൽ ലൈഫ്, യുവർ ഫാമിലി ലൈഫ്, ദ വീഡ്സ് ആർ ഗ്രോയിങ്. യു ഗോട്ട് ടു ടേക്ക് എ വാർണിംഗ്. അത് ബൈബിൾ പറയുന്നതാണ്, അവസാനം ഫിയറി ലേക്ക് ബർണേഴ്സിലേക്ക് ഇട്ട് കളയുന്ന, അല്ലേ? തീയിലിട്ട് കളയുന്ന. ഇറ്റ്സ് എ വാർണിംഗ്. യു ഗോട്ട് ടു സേ, നോ, ഐ വാണ്ട് ഗോഡ്സ് വേർഡ് ടു കം ടു മൈ ലൈഫ് ആൻഡ് ചേഞ്ച് മൈ ലൈഫ്. നമുക്കതൊരു വാണിംഗ് ആണ് തരുന്നത്. കളകളാണ് നമ്മുടെ ഹൃദയത്തിൽ വളരുന്നെങ്കിൽ നമ്മൾ എറിയുന്ന ആ തീച്ചുള്ളിലേക്ക് എറിയപ്പെടും. അപ്പം നമ്മൾ അതിനോട് നോ പറയണം. ഇതല്ല എനിക്ക് വളരേണ്ടതെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. And this passage is, the righteous will shine like the sun in the kingdom of God. ഈ ഉപമയിൽ പറയുന്നത് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. Amen. Can you believe that Jesus telling you he wanted to shine? യേശു ഷൈൻ ചെയ്തു, അല്ലേ? ഡിസൈപ്പിൾസിന് മുമ്പിൽ എപ്പോഴാണ് ട്രാൻസ്ഫിഗറേഷൻ ടൈം. ജീസസ് whiter than, Bible says they were like a sun. And now Jesus telling his disciples, those who hear my words, they also will be, then the righteous will shine like the sun in the kingdom of their Father. യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുന്നിൽ യേശു പ്രകാശിച്ചു. എപ്പോഴായിരുന്നു? ആ യേശുവിൻ്റെ ആ രൂപാന്തര സമയത്ത് സൂര്യനെ പോലെ പ്രകാശിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് നമുക്കും അതേപോലെ പ്രകാശിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. എപ്പോഴാണ്? നമ്മൾ അവൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ സൂര്യനെ പോലെ പ്രകാശിക്കും. So now is the time to hear his word. മനുഷ്യപുത്രൻ വിത്ത് വിതയ്ക്കുന്ന പറഞ്ഞേക്കുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലേ? യേശു വിത്ത് വിതയ്ക്കുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. Okay, so you're here. ഇന്നത്തെ ദിവസം ഒരു തുടക്കമാകുക. I want to hear more and more God's word and change my life. അപ്പം ഇന്നൊരു തുടക്കമായിട്ട് നമ്മൾ കാണുക, നമ്മൾ കൂടുതൽ ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുക, ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കുക. And God will bless your life. I'm sure if God is with you, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് കാര്യത്തെയും ഫേസ് ചെയ്യാനും അഭിമുഖീകരിക്കാനും, and you will able to overcome all the challenges in the world.
യേശു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. So thank you very much, brothers and sisters listening. Let's be a citizen of God, not a citizen of the devil. നമുക്ക് ഇന്ന് ദൈവരാജ്യത്തിലെ ഒരു പൗരനായിട്ട് മാറാം, നമ്മൾ സാത്താന്റെ ഒരു ലോകത്തിലെ ഒരു പൗരനായിട്ട് മാറാതെ. God bless you. Love you very much. ദൈവത്തിന് മഹത്വം. Amen. Let's all be stand up. ദയവായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇത്രയും മഹത്തായ സന്ദേശം ആത്മീയ വിരുന്ന് നമുക്കൊരുക്കിയ മഹത്തായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ നമ്മളെ ആത്മീയമായിട്ട് നയിച്ച നമ്മുടെ ദൈവദാസർക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് കരങ്ങളടിച്ച് നമ്മുടെ നന്ദി അവരെ അറിയിക്കാം. താങ്ക് യു ഡിയർ ബ്രദേഴ്സ്. നമുക്ക് ചെയ്യുന്ന പാടാം. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളൊന്നും ദൈവം ഒരിക്കലും മാറ്റുകയില്ല. ദൈവം എപ്പോഴും യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു നമ്മളെ കൂടെ ജീവിക്കുന്നു, നമ്മളെല്ലാം എപ്പോഴും സംരക്ഷിക്കുന്നു. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല, അവൻ വാക്കുമാറുകില്ല. ചേർന്ന് ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും. ചേർന്ന് പാടാം. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും. ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ചേർന്ന് പാടാം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റെന്നേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. പ്രതികൂല കാറ്റിന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. ചേർന്ന് പാടാം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ
പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവും ദൈവമായ കർത്താവേ, അങ്ങത്രയോ ശ്രേഷ്ഠനും മഹോന്നതനുമാണ്, അങ്ങത്രയോ പരിശുദ്ധനാകുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി സാറാഭുകൾ അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ എന്ന് ആവർത്തിച്ച് അങ്ങയുടെ പരിശുദ്ധിയെ ഉയർത്തിക്കാണിച്ച ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നതിനായി ഒരവസരം കൂടെ അങ്ങ് നൽകിയിരിക്കുന്നത്. പിതാവേ, നന്ദി പറയുന്നു. ആ പരിശുദ്ധിയിലെന്നും ഞങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാൻ അനുദിനം അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ വചനം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അങ്ങ് വീണ്ടും നിരന്തരം തൻ്റെ ജനത്തെ നോക്കി, തന്നോടൊപ്പമുള്ള ശിഷ്യന്മാരെ നോക്കി, തൻ്റെ കൂടെ കൂടുന്ന ജനങ്ങളെ നോക്കി സംസാരിക്കുമ്പോൾ ഞങ്ങൾ എത്രമാത്രം അങ്ങയുടെ വചനത്തിന് ചെവി കൊടുക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവേ, അപ്പോൾ ഞങ്ങളിന്ന് പഠിച്ചതുപോലെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ ഞങ്ങളെ നല്ല വിത്തുകളായി ഞങ്ങളെ വിതച്ചു. എന്നാൽ ആ ഇടയിൽ കളകൾ വളർന്നു വന്നു. പിതാവേ, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ കളകൾ അവസാനം വരെയും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് പിഴുത് അഗ്നിക്ക് ഇരയാക്കുമെന്ന് കാണാൻ സാധിക്കുന്നു. പിതാവേ, എത്രമാത്രം അതിശയകരമായിട്ടാണ് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങയുടെ കരുണ എത്രമാത്രം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഞങ്ങളാരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ആ തിരുവചനം പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പിതാവേ, ആ ചെവിയിൽ നിന്ന് കേട്ട് ഞങ്ങളുടെ മനസ്സിലെടുത്ത് ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി അങ്ങയുടെ വചനം പ്രാവർത്തികമാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നീതിമാന്മാരായി അങ്ങേപോലെ സൂര്യശോഭയോടുകൂടി മറ്റുള്ള ജനങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ നല്ല വിത്തുകളായി ഞങ്ങൾ വിതച്ചുവെങ്കിലും പലപ്പോഴും ആ കളകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പിതാവേ, ഈ തിരുവചനത്തിലൂടെ ഓരോ ദിവസവും കളകൾ ഏതാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വാക്കുകളിലേക്ക് ഞങ്ങളുടെ ശബ്ദം, ഞങ്ങളുടെ ചെവി പോകാതെ അങ്ങയുടെ വചനത്തിലേക്ക് തിരിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ലോകത്ത് അനേകം ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പിതാവേ, അതിന് ഞങ്ങൾ അനേക സമയങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിതാവേ, എന്നാൽ അങ്ങയുടെ വചനം കേൾക്കുവാൻ അത് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്നത്തെ ലാഭം മാത്രം നോക്കി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പിതാവേ, നിത്യത ഞങ്ങൾ മറന്നു പോകുന്നു. പിതാവേ, ഈ സമയം അങ്ങയുടെ തിരുവചനം തന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇനിയുള്ള ദിനങ്ങളിൽ ആ ചെവി തുറന്ന് അങ്ങയുടെ വചനം കേട്ട് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്ത് അത് മാറ്റം വരുത്തുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ലോകത്തിൻ്റെ പുത്രന്മാരല്ല പിതാവേ, ഞങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് ആവർത്തിച്ച് ഞങ്ങൾ ഓർപ്പിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിരാശരാകുമ്പോൾ, ഞങ്ങൾ വിഷമിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, മറ്റുള്ളവരോട് ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, കുടുംബ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവരാജ്യത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത് പിതാവേ, ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നുള്ളത്, രക്ഷയുടെ നാഥനെയാണ് നിൻ്റെ മുമ്പിലുള്ളത് എന്ന് ഓർക്കാൻ ഞങ്ങളങ്ങ് സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ മുമ്പിലുണ്ട് പിതാവേ, ആ വാതിൽ തുറന്നു കൊടുക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം തന്ന ഓരോ നിമിഷത്തെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് പുതിയൊരു കാൽവെൽപ്പ് വെക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളെ സഹായിച്ചതിനോർത്ത് നന്ദി പറയുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിനെ സമർപ്പിക്കുന്നു. ആമേൻ. നല്ലൊരു കൂട്ടായ്മ ഉണ്ടാവട്ടെ.